ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി കാന്തപുരം എ പി അബൂബക്കർ വിഭാഗം. അതീവ ജാഗ്രതയോടെ വോട്ട് ചെയ്യണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉപാസകരെ തിരിച്ചറിയണം. അപനിർമ്മാണങ്ങളിലൂടെ രാജ്യം അരക്ഷിതമാകാതിരിക്കാൻ ഇടപെടലുകൾ ഉണ്ടാകണം. സ്നേഹം കൊണ്ട് വിഭാഗീയ ശ്രമങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്നും കാന്തപുരം പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം നൽകുന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്യണം എന്ന് എ പി വിഭാഗം നേതാവ് ഇബ്രാഹിമുൽ ഖലീൽ ബുഹാരി തങ്ങളും പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരോട്, ആസന്നമായ തെരഞ്ഞെടുപ്പ്. നമുക്ക് ജനാധിപത്യ രാജ്യമാണ്, ശക്തമായ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന സംരക്ഷിക്കുന്ന രാജ്യത്തിന് വേണ്ടി, അങ്ങനെയുള്ളൊരു ഭരണത്തിന് വേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തണം. ഒരു കാരണവശാലും നിങ്ങൾ ആ വോട്ടുകൾ നഷ്ടപ്പെടുത്തരുത്. ആരാണ് ഇവിടെ ഭരണഘടന സംരക്ഷിക്കുന്നവർ? അവർക്ക് നിങ്ങൾ എല്ലാ പിന്തുണയും നൽകണം. ഇവിടെ സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങളെ ചിന്നിച്ചിതറി ആദി ഭിന്നിപ്പുണ്ടാക്കുന്നവർക്കല്ല, ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യവും സമാധാനവും നൽകുന്ന കക്ഷികൾക്ക് നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ രേഖപ്പെടുത്തണം എന്നുണർത്തുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ മുബഷീർ പി അക്ബർ ഉണ്ട്. മുബഷീർ, അരിവാൾ സുന്നികൾ എന്നാണ് എ പി വിഭാഗം നേരത്തെ മുതൽ അറിയപ്പെട്ടിരുന്നത്. ഇത്തവണ എന്താണ് എ പി വിഭാഗത്തിന്റെ രാഷ്ട്രീയ നിലപാട്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ രീതിയിൽ പിന്തുണ നൽകണമെന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഇതുവരെ എ പി സമസ്ത വിഭാഗം നടത്തിയിട്ടില്ല. എങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ ആ രീതിയിൽ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് വിടണമെന്ന ഒരു നിർദ്ദേശമാണ് കൃത്യമായും എ പി വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആ നിലയിലുള്ള ഒരു പ്രസ്താവനയും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ആ ഒരു പ്രസ്താവനയിൽ പറയുന്നത്, രാജ്യത്തിൻ്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും സമ്മതിദാനാവകാശം ഉപയോഗിക്കണമെന്നാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കുന്നത്. രാജ്യത്തിൻ്റെ ഭാസുര ഭാവി നിർണ്ണയിക്കാൻ പര്യാപ്തരും പ്രാപ്തിയുള്ളവരെയുമാണ് ജനപ്രതിനിധികളാക്കേണ്ടതെന്ന് അദ്ദേഹം ഈ ഒരു പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. സമ്മതിദാന അവകാശം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ വിശ്വാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. സാമൂഹ്യ ഐക്യവും സഹവർത്തിത്വവും രാജ്യത്ത് എന്നെന്നും നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഉപാസകരെ തിരിച്ചറിയണം. അത് ഏത് നിലയിൽ, അത് ഏത് പാർട്ടിയാണ് ആ നിലയിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതെന്നൊരു വിമർശനമൊന്നും തന്നെ ആ ഒരു പ്രസ്താവനയിൽ ഉന്നയിക്കുന്നില്ല. എങ്കിലും കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം ഈ ഒരു പ്രസ്താവനയിലൂടെ എ പി സമസ്ത വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശേഷം വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ആ നിലയിൽ വലിയ വോട്ട് ബാങ്കായി തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു മുസ്ലിം സമുദായ സംഘടന തന്നെയാണ് എ പി സമസ്ത വിഭാഗം. പൊന്നാനിയിലെ ചരിത്രമൊക്കെ തന്നെ പരിശോധിച്ചാൽ എ പിയുടെ ഇടപെടലൊക്കെ തന്നെ വളരെ കൃത്യമായി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു മുസ്ലിം സമുദായ സംഘടനയുടെ നിലപാടും വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. വിശേഷിച്ചും ഈ ഒരു വടക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സമുദായ സംഘടനാ നേതാക്കളെ ആ നിലയിൽ സജീവമായി സന്ദർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രസ്താവന, പ്രതികരണം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയിരിക്കുന്നത്. മതമൈത്രിയിലും മമതയിലും ഊന്നിയതാണ് രാജ്യത്തിൻ്റെ ജനജീവിത പാരമ്പര്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കരുത്തുകൊണ്ട് വിഭാഗീയ ശ്രമങ്ങളെ ഉന്മൂലനം ചെയ്യാനാവണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ ഇവരുടെ ഈ ഒരു കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എ പി വിഭാഗത്തിന്റെ മറ്റൊരു പ്രമുഖ നേതാവ് കൂടിയായ ഖലീൽ ബുഹാരി തങ്ങളും ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം നൽകുന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്യണമെന്നാണ്. അതൊരു വളരെ കൃത്യമായൊരു സന്ദേശം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത്. വിശേഷിച്ചും ബി ജെ പിക്കെതിരെ ആ നിലയിൽ മുസ്ലിം സമുദായ സംഘടനകളൊക്കെ തന്നെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഖലീൽ ബുഹാരി തങ്ങൾ അത്തരമൊരു നിർദ്ദേശം വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നത്. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം മലപ്പുറം മഅ്ദിൻ അക്കാദമിയിൽ നടന്ന ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിൽ അദ്ദേഹം പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഭിന്നതയുണ്ടാക്കുന്നവരെ തിരിച്ചറിയണമെന്നും ഖലീൽ ബുഹാരി തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ ഇന്ത്യ മുന്നണിക്കെതിരെ വിമർശനവുമായി എ പി വിഭാഗം രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്കത്ത് ഒക്കെ തന്നെ ഇന്ത്യ മുന്നണിയിൽ ആ രീതിയിലുള്ള ഭിന്നതയുണ്ടാക്കുന്നുണ്ടെന്ന അഭിപ്രായം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാമെന്നായിരുന്നു ആ ഒരു ഘട്ടത്തിൽ എ പി വിഭാഗം നേതാക്കൾ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായും അത്തരമൊരു പശ്ചാത്തലം മുന്നിൽ നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം എ പി വിഭാഗം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ നിലപാട് വളരെ സുപ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ നിലയിലുള്ള ഒരു പ്രഖ്യാപനം എ പി അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ ഖലീൽ ബുഹാരി തങ്ങളും നടത്തിയിരിക്കുന്നത്. നികേഷ് കുമാർ. മുബഷീറാണ് വിശദാംശങ്ങൾ നൽകിയത്.